ഗ്രോസറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതാണ് ഞങ്ങളുടെ ഇനി ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു കാര്യം. അത് ഗ്രോസറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം 20 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും ജനങ്ങളുടെ 20 മിനിറ്റിനുള്ളിൽ പോസിബിൾ ആണോ? ഡയറക്റ്റ് സെല്ലിംഗിൽ കൂടെ ഞാൻ പറയുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി. കാപ്ര ഡെയിലിയിലാകെ കേരളത്തിൽ 5000 പേർക്ക്. ഞങ്ങൾ അതിനെ വിളിക്കുന്ന പേര് കാപ്ര ഡെയിലി പിക്കപ്പ് സെന്റർ എന്നാണ്. അതായത് ഒരു പോസ്റ്റൽ ഏരിയയിൽ ഒരാൾക്ക് ഇതിന്റെ ഓണറായിട്ട് മാറാം. അപ്പൊ ഞങ്ങളുടെ ലാഭത്തിന്റെ ഒരു അപ് ടു 25% അയാൾക്ക് കിട്ടും, ഷെയർ ചെയ്യും. പക്ഷെ വെറുതെ ഇരുന്നാൽ കിട്ടില്ല. അയാൾ അസൈൻ ചെയ്യുന്ന പോസ്റ്റൽ ഏരിയ ഏതാണോ ആ പോസ്റ്റൽ ഏരിയയിൽ കാപ്ര ഡെയിലി കച്ചവടം ഉണ്ടെങ്കിൽ ആൾക്ക് അപ് ടു 25% കമ്മീഷൻ കിട്ടും. അപ്പൊ എനിക്കും കണ്ണനുള്ള തീരുമാനം എത്രയേ ഉള്ളൂ. കണ്ണ പറയല്ല, നമുക്ക് ചെയ്ത് കാണിക്കണം. ഒരു മുമ്പേ ഓടുകയാണ് കണ്ണനും പ്രശ്നവും കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഇ കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോമില്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ്സിനായാലും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അതിന്റെ ജയപരാജയങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് തന്നെ വർഷങ്ങൾ എടുക്കും അല്ലേ? പക്ഷെ നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ ഒരു കമ്പനി തുടങ്ങി, 3 വർഷം കൊണ്ട് കുറെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും 20 മിനിറ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് ആയിരിക്കും കാപ്ര. എന്നെ സംബന്ധിച്ച് പേരെടുത്ത് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗർ ആണെങ്കിലും ഒരു മാധ്യമപ്രവർത്തനാണെങ്കിലും മുഖ്യധാര മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ പേരുകളും കൂടെയാണ് കളഞ്ഞു മാറുന്നത്. ആരൊക്കെയാണ് പ്രക്ഷോഭനെ ചൂഷണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിനെ ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കും എന്ന് പറഞ്ഞ് പണം മേടിച്ചിട്ടുണ്ട്? അത് എന്നോട് തുറന്നു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഞങ്ങളത് നോൺ എഡിറ്റഡ് ആയിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഒരു 1 ഇയർ മുമ്പ് വന്നു, ഞാനത് സെറ്റിൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പൊ എന്നെ എന്താണ് ഒരു 2 വ്ളോഗേഴ്സ്, ഒരു 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പേരെടുത്ത് പറയാം. എന്തായാലും നമുക്ക് പലപ്പോഴും മലനാട് ടി വിയുടെ പ്രോഗ്രാമിൽ നമ്മൾ പലപ്പോഴും ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട് പല പദ്ധതികളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ MLM അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇ കൊമേഴ്സ്, ഡയറക്റ്റ് സെല്ലിംഗ്, ഈ മേഖലയിൽ ഇന്ന് ഒരുപാട് മൾട്ടി നാഷണൽ കമ്പനികൾ കേരളത്തിൽ വളരെയേറെ ബിസിനസ് ചെയ്യപ്പെടുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് ആ ബിസിനസ്സിൻ്റെ നാണയം ഒഴുകിപ്പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു കാറ് പോലും ഇല്ലാത്ത ഓലെ, അതേപോലെയുള്ള ഊബർ പോലെയുള്ള കമ്പനികൾ, അവർക്കൊരു ആപ്ലിക്കേഷൻ മാത്രമാണുള്ളത്, ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. ആ പ്രോജക്റ്റിലൂടെ വിദേശ നാണയം കവരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള നമ്മുടെ സമ്പത്ത് കവരുന്ന വിദേശ രാജ്യങ്ങളിലിരിക്കുന്ന അതിൻ്റെ ഓൺടർപ്രണേഴ്സ് കൊണ്ടുവന്നത് ബില്യൺസാണ്. അതുപോലെ ഒരു എന്താണ് ഹോട്ടൽ പോലും ഇല്ലാത്ത ഓയോ റൂംസ്, അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ. അത് ആമസോണിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ഷോപ്പ് പോലും സ്വന്തമായിട്ട് അവർക്ക് ഫിസിക്കലി ഇല്ല. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ വാണിജ്യ മേഖലയെ പിടിമുറുക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാണിജ്യ നാണയം കൊണ്ടുപോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ്. ഇവിടേക്ക് അതേ മോഡൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള രീതികളുമായിട്ട് ജനസമ്പർക്കമായിട്ട് ജനോപകാരപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള വിവിധ ആശയങ്ങളുമായിട്ട് ഒട്ടനവധി ന്യൂ സ്റ്റാർട്ടപ്പുകൾ കടന്നു വരുന്നുണ്ട്. അവിടെ 3 വർഷം കൊണ്ട് തങ്ങളുടേതായിട്ടുള്ളൊരു സാന്നിധ്യം ഉറപ്പിച്ചൊരു കമ്പനിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പ്രക്ഷോഭ് ദാസാണ്. നമസ്കാരം. നമസ്കാരം. സെല്ലേഴ്സ് കാർഡ് ഡിജിറ്റൽ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുപോലെ തന്നെ കാപ്ര ഡെയിലി ഇ കൊമേഴ്സ്, കാപ്ര വെബ് AI, കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അങ്ങനെ വിവിധ മേഖലകളിലാണ് പ്രക്ഷോഭ് ദാസ് ആൻഡ് കണ്ണൻ തിലകൻ ഈ 2 പേര്. ഈ 2 പേരോട് ചേർന്നിട്ട് 2 സഹോദരങ്ങൾ തന്നെ പറയാം. 2 പേരും ഒരമ്മ പെറ്റ മക്കളെ പോലെ ഒന്നിച്ച് ചിന്തിച്ചിട്ട് അവർ സ്വപ്നം കണ്ട ആ മേഖലയിലേക്ക് ഇങ്ങനെ പറന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന നമ്മളുടെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇ കൊമേഴ്സിന് എന്ത് സാധ്യതയാണ് കേരളത്തിൻ്റെ നമ്മളുടെ സാമ്പത്തിക ഭൂപടത്തിലുള്ളത്, അതുപോലെ തന്നെ MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്കത് കൊണ്ടുവരാൻ പറ്റും, അതുപോലെ തന്നെ ഗോൾഡൻ ഡയമണ്ട്സ് അറിയാം ഏറ്റവും കൂടുതൽ ഇന്ന് ബിസിനസ് ചെയ്യപ്പെടുന്നത്. ഇനിയിപ്പം കോവിഡ് വന്നോട്ടെ, എന്ത് മഹാമാരി വന്നോട്ടെ, അവിടെയൊക്കെ ഈ മഞ്ഞൾ ലോഹത്തോടുള്ള പ്രതിപത്തി, അതുപോലെ തന്നെ വജ്രങ്ങളോടുള്ള മനുഷ്യൻ്റെ ആഭിമുഖ്യം, ഇതൊന്നും നഷ്ടപ്പെടാതെ പോകുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ എന്നും നമുക്ക് റീപർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് ഗോൾഡൻ ഡയമണ്ട്സ്. അവിടെയും നമ്മളുടെ സ്വത്വം, നമ്മുടെ ഇടപെടൽ നമ്മൾ നടത്തി കഴിഞ്ഞാൽ സാന്നിധ്യമുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ മറ്റ് കമ്പനികളുടെ പിന്നാലെ പാഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ? ഏതോ ഒരു മെന്ററിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഈ ചിന്തകൾ ഉടലെടുത്തതെന്ന് പറയുന്നുണ്ട്, ഈ സ്വപ്ന തീരത്തേക്ക് വന്നത്. എങ്ങനെയായിരുന്നു തുടക്കം? ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. ഞാൻ കേരള കോളേജിലെ ഡിഗ്രി പഠിച്ചത്, തൃശ്ശൂർ. അപ്പോൾ ആ ഒരു 2nd ഇയറിലാണ് ഞാനൊരു മെൻറ്ററിങ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോണേ.
അപ്പോൾ ആ സമയത്ത് അറിയില്ല നമ്മുടെ ഒരു ഡ്രീമാണ് ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അതെ. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഏണിങ്സ് ഉണ്ടാക്കണമെങ്കിൽ 2 മേഖലയുണ്ട്. ഒന്ന് ജോബാണ്, 2 ബിസിനസ്സാണ്. പിന്നെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു മോട്ടിവേഷനാണ്, പണമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും പണത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. പണം എന്ന് നമ്മുടെ പിന്നാലെ വരുന്നല്ലേ, അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള സ്കില്ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ആൻസറാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി. കാരണം അതൊരു ബിസിനസ് ഫോർമാറ്റാണ്, ലോകത്ത് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ 2007 കാലഘട്ടമാണ്. അന്ന് ഇവിടെ അതിന് നിയമങ്ങളോ റൂളുകളോ ഒന്നും ഇല്ല. പക്ഷേ 2000 മുതൽ ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ₹1 ഇൻവെസ്റ്റ് ചെയ്യാതെ ലോകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. അങ്ങനെയാണ് ഞാൻ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു 18 വർഷമായിട്ട് ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ കയറ്റവും ഇറക്കവും ഒക്കെ കണ്ട ഒരാളാണ് ഞാൻ. കാരണം 2011 കേരളത്തിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇവിടെ നിരോധിച്ചൊരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. വലിയ കമ്പനികളുടെ CEO വരെ അറസ്റ്റ് ചെയ്തൊരു സമയമാണ്. അപ്പോൾ അന്ന് എനിക്ക് 24 വയസ്സാണ്. ഞാനും അതിൽ പെട്ടുപോയ ഒരാളാണ്. പിന്നീട് ഒരു 5 കൊല്ലം ഞാനൊരു ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. അതിനുശേഷമാണ് 2016 ഇവിടെ യൂണിയൻ ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ആൾക്കാർക്ക് അറിയാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ യൂണിയൻ ഇടപെടലോടുകൂടി ഞാൻ ഓൾറെഡി AITUC MMEFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. യൂണിയൻ ഉണ്ട്, CITU ഉണ്ട്, INTUC ഉണ്ട്, എല്ലാ യൂണിയൻ ഉണ്ട്. ആ സമയത്താണ് എനിക്കൊരു കോയമ്പത്തൂർ ബേസ് ചെയ്തൊരു കമ്പനി ഞാൻ ചെയ്യുന്നത്. ശക്തമായിട്ട് ഞാൻ ചെയ്തു. എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചാണ് ആ ഒരു കമ്പനി എന്ന് പറയാം. അങ്ങനെ കോവിഡ് വന്നു. പിന്നെ ആ കമ്പനിക്ക് ഒരു അപ്ഡേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മളൊരു എൻ്റർപ്രണർ ആവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ട എൻ്റെ ഒരു സഹോദരനാണ് കണ്ണൻ. കാരണം അദ്ദേഹം എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നത്തിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം ആളും ഒരു 19 വർഷമായിട്ട് ഈ മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ആളുടെ ആശയം ശരിക്കും ഇതിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് കണ്ണൻ തന്നെയാണ്. അപ്പോൾ ആളുടെ ആശയം ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് തുടങ്ങാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യണേ. അങ്ങനെയാണ് 2022 ഞങ്ങളുടെ തുടക്കം. എനിക്ക് തോന്നുന്നു നല്ലൊരു ടൈമാണ്. കാരണം ഈ ഒരു ഫെബ്രുവരി 20 ഇന്ന് കേരളം ഡയറക്റ്റ് സെല്ലിങ്ങിനെ അംഗീകരിച്ചു. ട്രിവാൻഡ്രത്ത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതിനെ ഉദ്ഘാടനം ചെയ്തത്. ഒരു മോണിറ്ററി മെക്കാനിസം വന്നു, അതിലേക്കൊരു വെബ്സൈറ്റ് വരുന്നു. അപ്പോൾ ആ വെബ്സൈറ്റിൽ നല്ല കമ്പനികളുടെ ലിസ്റ്റ് ഇനി വരാൻ പോവാണ്. എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനികൾ വളരെ ചുരുക്കമാണ്. പാമ്പ് എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ കമ്പനിയാണ്, മോഡികെയർ എടുക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്താണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു ബേസിൽ നല്ല കമ്പനി ഏകദേശം ഒരു 300ഓളം എബോ പ്രൊഡക്ട്സ് ഞങ്ങളിലുണ്ട്. വെൽനസ്, കോസ്മെറ്റിക്സ് തുടങ്ങി, അതായത് ഡെയിലി യൂസ് ചെയ്യാം. ഒരാൾ രാവിലെ എനിക്ക് ബ്രഷ് ചെയ്യുന്നത് മുതൽ വൈകിട്ട് കിടന്നുറങ്ങുന്ന വരെയുള്ള പ്രൊഡക്ട്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 3 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ പേർപ്പസ് എല്ലാം ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു. വലിയൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഞാൻ. തീർച്ചയായിട്ടും. ഇപ്പം കാപ്ര എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആൻഡ് CEO ആണ്. കണ്ണൻ വരുമ്പോൾ CMD വരും അല്ലേ, കണ്ണൻ തലകൻ. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം തുടങ്ങുമ്പം ഈ പുതിയതായിട്ട് ഇങ്ങനൊരു ആശയം വരുമ്പോൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ടീമിനെ ബിൽഡ് ചെയ്യും. അപ്പോൾ ഈ ടീമിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക്? എനിക്കിന്ന് ഓൾറെഡി കേരളത്തിൽ 30,000ഓളം എബോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എനിക്ക് കേരളത്തിലുണ്ട്. നല്ലൊരു ടീം വർക്ക് ഉണ്ട്, പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. എനിക്ക് എന്തും പറഞ്ഞാൽ കേൾക്കാവുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെയും ആവശ്യമാണ്. ഏകദേശം ഒരു 1500ഓളം ഇതിനെ ഫുൾ ടൈം ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ജീവന ഉപാധിയാന്ന് കണ്ടുകൊണ്ട് മൂവ് ചെയ്യുന്ന ഇന്ന് ലീഡേഴ്സ് നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് നമുക്കിന്ന് അവരുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ കമ്പനി അടുത്ത സ്റ്റെപ്പിൽ. ശരിക്കും കോവിഡിന് ശേഷമാണ് കൊമേഴ്സ് ശക്തി പ്രാപിക്കുന്നത്. അപ്പോൾ കാപ്ര ഡെയിലി എന്ന് പറയുന്നതും ഒരു കൊമേഴ്സ് ആണ് അല്ലേ? എന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ഒന്നാമത്തെ കമ്പനിയാണ് സെല്ലേഴ്സ് കാർഡ്. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് സെല്ലിംഗ്, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. രണ്ടാമത്തെ കമ്പനിയാണ് കാപ്ര ഡെയിലി, അതും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞങ്ങൾ ഈ ഒരു ആശയം കൊണ്ടുവരാനുള്ള റീസൺ കാരണം ഞങ്ങളുടെ ഒരു പാഷൻ ഡയറക്റ്റ് സെല്ലിംഗ് തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ പറയാം നമ്മൾ ഒരുപാട് കമ്പനികളിലൂടെ ഉണ്ട്. പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി മാത്രം ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗിലേക്ക് ആൾക്കാർ വരില്ല. കാരണം അവർക്ക് പ്രൊഡക്റ്റാണ് ആവശ്യമെങ്കിൽ ഒരുപാട് വെൽനസ് കമ്പനികളിലൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു വേറിട്ട ശബ്ദമായിട്ട് മാറണം. അപ്പോഴാണ് ഞങ്ങളൊരു കൊമേഴ്സ്, കാരണം ഡയറക്റ്റ് സെല്ലിംഗിലുള്ളത് കസ്റ്റമേഴ്സ് ആണ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് കൂടിയും ഒരു ഉപകാരമാവുന്ന രീതിയിൽ കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ശരി, ഇത് പുതിയ ആശയമൊന്നുമല്ല. എല്ലാവർക്കും അറിയാം, ഒരു 19 വർഷം മുമ്പ് തന്നെ എല്ലാ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും പറയുന്നതാണ് കൊമേഴ്സ്. പക്ഷേ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്കും കാണാനുള്ള തീരുമാനം എത്രയേ ഉള്ളൂ, കാരണം പറയല്ല, നമുക്ക് ചെയ്ത് കാണിക്കണം. ഇതിന് ഒരുപാട് എഫോർട്ട് ഉണ്ട് കേട്ടോ. കാരണം ഒരു കൊമേഴ്സ് ഒരു ആപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ 10 ഡിവിഷൻ അതിൽ ഓൺ ആവണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് എന്ത് ചെയ്തു, തുടങ്ങാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് 2022 ഓഗസ്റ്റിൽ ഞങ്ങൾ കാപ്ര ഡെയിലി എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ ബാക്ക് എൻഡ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഇന്ന് വളരെ അഭിമാനം,
കാരണം ഞങ്ങളുടെ കാപ്ര ഡെയിലി പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാപ്ര ഡെയിലി എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാം. അത് ഒരു എന്താ പറയുക, സ്വിഗ്ഗി, സൊമാറ്റോ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ളൊരു ആപ്പാണെന്ന് നമ്മുടെ കാപ്ര ഡെയിലി. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും ആ മേഖല എനിക്ക് തോന്നുന്നു ഇ കൊമേഴ്സ് എന്ന് പറയുമ്പം എല്ലാവരും കരുതും ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കുറേ ആഡ് ചെയ്താൽ മതി. പക്ഷെ അതിന് പിന്നെ ബാക്ക് എൻഡിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി നാഷണൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 300 CR അബോവ് ആണ് അല്ലേ? മിക്കവാറും വരുന്ന പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന കമ്പനികൾ നമ്മൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ കാപ്ര ഡെയിലി എത്രത്തോളം അതിനകത്ത് പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്? ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്. ഞങ്ങൾക്ക് ഒരു സെല്ലിംഗ്, ഒരു USP ഉണ്ട്. കാരണം ഒരു സെല്ലിംഗ് പോയിന്റ് ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ കോമ്പറ്റ് ചെയ്യുന്ന അറിയാം, ഇവിടുത്തെ വമ്പൻ കമ്പനിയാണ്. ആമസോണിന്റെ ഒക്കെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവർക്കും ഒരു ബേസ് ഉണ്ടല്ലോ, ഒരു ബിന്ദുവിൽ നിന്നാണല്ലോ എല്ലാം. ഡെഫിനറ്റ്ലി ഐഡിയ ആണല്ലോ എല്ലാവരും പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് ഞങ്ങൾക്ക് ഓൾറെഡി മാൻ പവർ ഉണ്ട്, അതായത് സെല്ലേഴ്സ്ക്കാൾ ഒരു മാൻ പവർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു ഒരു ഫ്രാഞ്ചൈസി പോലെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അതിനെ വിളിക്കുന്ന പേര് കാപ്ര ഡെയിലി പിക്കപ്പ് സെന്റർ എന്നാണ്. അതായത് ഒരു പോസ്റ്റൽ ഏരിയ, പിൻകോഡല്ല, ഒരു പിൻകോഡിൽ 2-3 പോസ്റ്റൽ ഏരിയ വരും. ഒരു പോസ്റ്റൽ ഏരിയയിൽ ഒരാൾക്ക് ഇതിന്റെ ഓണറായിട്ട് മാറാം. അപ്പൊ ഞങ്ങളുടെ ലാഭത്തിന്റെ ഒരു up to 25% അയാൾക്ക് കിട്ടും, ഷെയർ ചെയ്യും. പക്ഷെ വെറുതെ ഇരുന്ന കിട്ടില്ല. അയാൾ അസൈൻ ചെയ്യുന്ന പോസ്റ്റൽ ഏരിയ ഏതാണോ ആ പോസ്റ്റൽ ഏരിയയിൽ കാപ്ര ഡെയിലി കച്ചവടം ഉണ്ടെങ്കിൽ ആൾക്ക് up to 25% കമ്മീഷൻ കിട്ടും. ശരിക്കും എനിക്കിതിന്റെ ലിവറേജ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ കേരളത്തിൽ മൊത്തം 5000 പോസ്റ്റൽ ഏരിയ ഉണ്ട്. അപ്പൊ 5000 പേരും ഞങ്ങളും കൂടിയും ചേരുമ്പോൾ നമ്മൾ കേരളത്തിൽ ചിന്തിക്കുന്ന ബിസിനസ് ചെറിയ ബിസിനസ് അല്ല. അതായത് ഒരാൾ ഒരു 25 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയാൽ ഒരു വർഷം, ഞാൻ പറഞ്ഞു 5000-ൽ 1000 വിടാം, 4000 പേരും വർക്കൗട്ട് ചെയ്താൽ ഒരു 1000 കോടിയിലേക്കൊക്കെ കാപ്ര ഡെയിലിക്ക് വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റും. നല്ലൊരു വലിയ വിഷനാണ്. പക്ഷെ വളരെ സന്തോഷമാണ്. കാരണം ആ 5000-ൽ 4000 പിക്കപ്പ് സെന്റർ ഓണേഴ്സ് എനിക്കുണ്ട്, ഇന്നുണ്ട്. നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതിൽ എനിക്കറിയാം കുറച്ച് ആൾക്കാരൊക്കെ നിരാശയാണ്. കാരണം ഈ കാപ്ര ഡെയിലി ഒരു ട്രെൻഡിലേക്ക് എത്തിയിട്ടില്ല. എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ആ ട്രെൻഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതൊരു ഇ-കൊമേഴ്സ് ആണ്, അത് മനസ്സിലാക്കുന്നില്ല. കാരണം എന്റെ പിക്കപ്പ് സെന്റർ ഓണർ എന്ന് പറഞ്ഞാൽ എല്ലാം സാധാരണക്കാരാണ്. തീർച്ചയായിട്ടും അവർ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പിക്കപ്പ് സെന്റർ കൊടുത്തത് ഫ്രീ ആയിട്ടാണ്. അല്ലാണ്ട് ഒരാളിൽ നിന്ന് നമ്മൾ ഒരു ക്യാപിറ്റൽ വാങ്ങിയിട്ടില്ല, ഫ്രീ ആണ്. അവിടെയാണ് ഡയറക്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധമുള്ളൂ. ഡയറക്ട് സെല്ലിംഗിൽ അച്ചീവർ ആവുന്നവന് നമ്മളിത് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും? പക്ഷേ ഇവിടെ എനിക്കൊരു ചോദ്യമുണ്ട്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, നമ്മുടെ അറിയാലോ ഇന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം ഇന്റർവ്യൂസ് കാണുക. അവർക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ ലിറ്ററസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ആശയങ്ങൾ ഷെയർ ചെയ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ ഇതിനകത്ത് ഈ പിക്കപ്പ് പോയിന്റിൽ ഇനി വരാൻ ചാൻസ് ഉണ്ടോ? കാരണം അതാണ് ഞാൻ പറഞ്ഞത്, 4000 കഴിഞ്ഞു. ഇനി ആകെ 1000 കേരളത്തിലുള്ളൂ. വെരി ഗുഡ്. പക്ഷെ ഇതിന്റെ സാധ്യത വളരെയാണ്. കേരളം മാത്രമല്ലല്ലോ, കർണാടക, തമിഴ്നാട് ഒക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ലിമിറ്റേഷൻ ഉണ്ടല്ലേ പങ്കെടുക്കുന്നവർക്ക്? അല്ല, കാരണം ഡയറക്ട് സെല്ലിംഗിൽ കൂടെ ഞാൻ പറയുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി. കാപ്ര ഡെയിലിയിലാകെ കേരളത്തിൽ 5000 പേർക്കുള്ളൂ. അങ്ങനെയാണ് ഒരു ലിമിറ്റേഷൻ. ഒരു വട്ടം അവൻ പിക്കപ്പ് സെന്റർ ഓണർ ആയാൽ അവൻ ജീവിതകാലം മുഴുവൻ എന്താണ് പിക്കപ്പ് സെന്റർ ഓണറാണ്. ഇനി അയാൾക്ക് വേണ്ട എന്ന് കരുതി പോയാലേ മറ്റൊരാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ വേറെ ഒന്നല്ല, എല്ലാ ബിസിനസ്സിലും 80% എല്ലാവരും പോസിറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഞാൻ എൻ്റെ പിക്കപ്പ് സെന്റർ ഓണേഴ്സ് ഇത് കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ ഗൂഗിൾ പേ എന്നാ അവിടെ ട്രെൻഡായേ, ഇതേ ഒരു ആശയം ഗൂഗിൾ പേക്ക് ഉണ്ടെങ്കിലോ, നിങ്ങളൊരു പോസ്റ്റലേരിയുടെ ഓണർ ആണെങ്കിൽ ആ പോസ്റ്റലേരിയയിൽ ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ആലോചിക്കുക. തീർച്ചയായിട്ടും. എനിക്ക് മറ്റൊരു കാര്യം പെട്ടെന്ന് പറയാൻ പറ്റുന്നത്, ഒരു മുഴ മുമ്പേ ഓടുകയാണ് കണ്ണനും പ്രശ്നവും കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഇ-കൊമേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റഡി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ്സിനായാലും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുമ്പം അതിൻ്റെ ജയപരാജയങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് തന്നെ വർഷങ്ങളെടുക്കും അല്ലേ? പക്ഷെ നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ ഒരു കമ്പനി തുടങ്ങി, 3 വർഷം കൊണ്ട് കുറേ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോം നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ ഈ പറയുന്ന ഇ-കൊമേഴ്സ് 4000 പേരിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് മിനിമം 8 വർഷമെങ്കിലും മിനിമം എടുക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ കണക്കനുസരിച്ച് അല്ലേ? ജനങ്ങളിൽ വിശ്വസ്തതയും അതുപോലെ തന്നെ വിജയവും എത്തണമെങ്കിൽ ഒരു 8 വർഷമെങ്കിലും. വെറും 3 വർഷം കൊണ്ട് ഇപ്പം ശൈശവ ബാല്യകാലമാണ്. ഈ ബാല്യകാലത്ത് കാപ്ര നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കാപ്ര ഡെയിലി 3 കൊല്ലമായിട്ടില്ല, കാപ്ര ഡെയിലി 2 വർഷമായിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ കാപ്ര ഡെയിലി ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇതിൽ 2 ഓപ്ഷനാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഐറ്റംസ് ആണ്, അത് 10 days കൊണ്ട് ഡെലിവറി. ഇതിലൊരു ഗ്രോസറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഇനി ട്രെൻഡ് ആവാൻ പോകുന്ന ഒരു കാര്യം.
അത് ഗ്രോസറി വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം 20 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും ജനങ്ങളുടെ നമ്മൾ അത് 20 മിനിറ്റുള്ളിൽ. പോസിബിൾ ആണോ? അതിനൊരു സ്ട്രാറ്റജി എപ്പോഴും വേണ്ടേ. അപ്പൊ നമുക്ക് ഒരു സ്റ്റോർ നമ്മൾ ഇടുന്നു, അതിന് ചുറ്റുള്ള 5 കിലോമീറ്ററിലാണ് നമ്മൾ 20 മിനിറ്റ് ഡെലിവറി ചെയ്യാം. ചക്കരപ്പറമ്പ് ഓൾറെഡി ലൈവ് ആണ്, നിങ്ങൾക്ക് ചക്കരപ്പറമ്പ് നമ്മുടെ സ്റ്റോർ കാണാം. തൃപ്പുണിത്തറ ഞങ്ങൾ ഇത് ലൈവ് ആക്കാൻ പോകുന്നു, സ്റ്റോർ കൊച്ചിയിൽ തന്നെ രണ്ടിടത്തായിട്ടുണ്ട്. ഇനി ഇത് തുടങ്ങാന്ന് പറഞ്ഞതിന് ഒരു ക്യാപിറ്റലും വേണം, അതുകൂടി ചിന്തിക്കണം. നമ്മൾ ഇത് കേൾക്കുന്ന എന്താ പറയാ സംരംഭകർ കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനും കണ്ണനും ഇത് 2 കൊല്ലം പ്ലാൻ ചെയ്യുമ്പോൾ 20 മിനിറ്റ് ഡെലിവറി എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ഞങ്ങളിത് പ്ലാൻ ചെയ്തു, ഞങ്ങളാണിത് ആദ്യം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കേരളത്തിൽ 10 മിനിറ്റ് ഡെലിവറി ചെയ്യുന്ന ഒരുപാട് ആപ്പ് മറ്റ് കമ്പനികൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇൻസ്റ്റാമാർട്ട് വന്നു, ബ്ലിങ്കിറ്റ് വന്നു, ബിഗ് ബാസ്ക്കറ്റ്, ടാറ്റയുടെ ബിഗ് ബാസ്ക്കറ്റ് വന്നു, സെപ്റ്റ വന്നു. അപ്പൊ ഞങ്ങൾക്കും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൽ എന്താണ് ഒരു ബാക്കപ്പ് തന്നെയാണ്. പക്ഷെ എനിക്ക് കുറച്ച് ഇപ്പൊ ബാക്കപ്പ് ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറച്ച് കോർപ്പറേറ്റ് കമ്പനികളായിട്ട് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കാരണം ഞങ്ങളെ പരിശോധിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് കണ്ണനൊരു സല്യൂട്ടാണ്. കാരണം ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഓൺലൈന് നടക്കും, ഓഫ്ലൈന് നടക്കും. അതായത് വാക്കിംഗ് കസ്റ്റമർക്കും അവിടെ ബില്ലടിക്കാം, എന്താ പറയുക, ഓൺലൈൻ കസ്റ്റമർക്കും നമുക്ക് ബില്ലടിക്കാം. അപ്പോൾ ചിന്തിക്കുക, കേരളത്തിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ, ഗ്രോസറികളുള്ള ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ടൈപ്പ് ചെയ്യുക. 1000-ഓളം സൂപ്പർ മാർക്കറ്റ് ടൈപ്പ് ചെയ്താൽ ഞങ്ങളുടെ ലക്ഷ്യം 2025-26 കൂടി തന്നെ കേരളത്തിന്റെ മുക്കിലും മൂലയിലും 20 മിനിറ്റ് ഡെലിവറി ചെയ്യുന്ന ഒരു ഇ കൊമേഴ്സ് ആയിരിക്കും കാപ്ര ഡെയിലി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വ്യാപാര വ്യവസായ സമൂഹത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും അല്ലേ, ചെറുകിടക്കാർക്ക്. വലിയ വലിയ മാളുകളും അതുപോലെ തന്നെ ഇത്തരം ഇ കൊമേഴ്സുകളുടെ ആവിർഭാവം ചില കച്ചവടക്കാരെ ബാധിച്ചിട്ടുണ്ട് അല്ലേ. അത്തരം ചെറിയ സ്മാൾ സ്കെയിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന കച്ചവടക്കാർക്ക് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാം. സാർ, അത് വലിയ പോയിന്റാണ്. കാരണം ഞങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു 20,000 ഉണ്ട്, ഞാൻ എവിടെ പോവുള്ളൂ? ഒന്നിൽ ലുലു മാൾ അല്ലേ, അല്ലെങ്കിൽ നെസ്റ്റോ, ഫോറം മാൾ പോവുള്ളൂ. ഞാൻ രാവിലെ എണീറ്റു, എൻ്റെ വീട്ടിൽ പാലില്ല, ഞാൻ പാല് വാങ്ങാൻ വേണ്ടി ലുലു മാളിൽ പോകും. ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത്. അപ്പൊ ഇവിടെ ഏറ്റവും അധികം സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ ഇവര് നമ്മളോട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇവർക്കും കച്ചവടം കൊടുന്നു, നമുക്കും കച്ചവടം കൊടുന്നു. നമുക്കിതൊരു വലിയ ലെവലിലേക്ക് നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. തീർച്ചയായും ഓട്ടോമാറ്റിക്കലി അവർക്ക് നമ്മൾ ഓൺലൈൻ ത്രൂ ഉള്ള ഒരു ബിസിനസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അത്തരം ഒരാളിന് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് മാനദണ്ഡം, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് വെരി സിമ്പിൾ. കാരണം നമുക്ക് അങ്ങനെ വേറൊന്നും നമ്മൾ പറയുന്നില്ല. അവരുടെ സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മളൊന്ന് ക്ലബ് ചെയ്യണം, അതിന് അവർ സഹകരിക്കണം. കാരണം ബില്ലിംഗ് കാര്യങ്ങളൊക്കെ വേണം. അവര് വാക്കിംഗ് കസ്റ്റമറുടെ കച്ചവടം അവരെടുത്തോട്ടെ, നമുക്ക് ആ ബില്ലിംഗ് സോഫ്റ്റ്വെയർ നമുക്ക് നമുക്ക് ചെയ്യാം. അതിനൊരു ചെറിയൊരു ചാർജ് വരും, അത് വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പോൾ അത് വെച്ചിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കടയിൽ എന്താണ് പിന്നെ ഇത് വരുന്നത്, ഏറ്റവും കൂടുതൽ പിന്നെ സെയിൽസ് നടക്കുന്ന സാധനം ഏതാണെന്നും ഷോർട്ടേജ് വരുന്ന ഏതാണെന്നും നമുക്ക് കാണാൻ പറ്റും. ഇല്ല, ഇതിൽ വലിയ സാധ്യതയാണ്. ഞാൻ പറഞ്ഞ ഒരു 1000 സൂപ്പർ മാർക്കറ്റ് ഒന്നും വേണ്ട. ഇപ്പൊ സൂപ്പർ മാർക്കറ്റുകളെല്ലാം അനുഭവിക്കുന്ന കാര്യം എന്താ, പല ആൾക്കാർക്ക് ചിലപ്പോൾ 1-2 സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ സെൻട്രൽ പർച്ചേസ് നടക്കണ്ടാവില്ല. ഇപ്പൊ വലിയ ഭീമന്മാർ ലുലു, അവര് പർച്ചേസ് ചെയ്യുന്ന ഒരു മാൾക്ക് വേണ്ടിയല്ല. ലുലു ഹൈപ്പർ മാർക്കറ്റ് എത്രയുണ്ട്. അപ്പോൾ നമ്മളൊരു കൂട്ടായ്മ വരാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സെൻട്രൽ പർച്ചേസ് നമുക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ കണ്ണനും പ്രക്ഷോഭം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പം സ്വയം രക്ഷപ്പെടുക എന്നുള്ളതിലപ്പുറം സമൂഹത്തിന് മുഴുവനും അല്ലേ ഒരുപാട് പേർക്ക് രക്ഷപ്പെടാനുള്ളൊരു പിന്നെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. 100%. അതായത് നമ്മളോടൊപ്പം തന്നെ പല ബിസിനസ്സുകാർക്കും ടൈപ്പ് ചെയ്യാം. ഞാൻ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഹാപ്പി ആളാണ്. കാരണം എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ വന്നു, ഞാൻ 2020-21 മുതൽ തന്നെ ഞാൻ സെറ്റിൽഡ് ആണ്, ഞാൻ ഹാപ്പിയാണ്. ഒരു കമ്പനി തുടങ്ങാം, അത് വളർത്താന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, എളുപ്പമല്ല. നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ അറിയാം, TDS, GST, സാലറി ഇന്ന് എനിക്ക് 70ഓളം എബോ സ്റ്റാഫ് ഉണ്ട്. എൻ്റെ ഈ സ്ഥാപനങ്ങൾ റെന്റും പലതും ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ലൈഫിൽ എന്താണ് ഒരു സിഗ്നേച്ചർ ഇടുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഞാൻ മോട്ടിവേഷൻ സംസാരിക്കല്ല, നമ്മൾ വഴി കുറച്ചുകൂടി പേര് നമ്മുടെ ജന്മം കൊണ്ട് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാണല്ലോ. പിന്നെ 100% അത് 70 ഡയറക്റ്റ് സ്റ്റാഫുകൾ, 2000 ഇൻഡയറക്റ്റ് സ്റ്റാഫുകളുടെ ജീവിതം, ഇതൊക്കെ നിങ്ങൾ 2 പേരിലൂടെയാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത് കേരളത്തിൽ. പക്ഷെ പലപ്പോഴും പറയുന്നതിനകത്ത് വിഷമിക്കരുത്, ഒരു MLM കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അതൊരു തട്ടിപ്പ് സ്ഥാപനമാണെന്നുള്ളൊരു ലേബൽ അല്ലേ പെട്ടെന്ന് ഒരാൾക്ക് പറയാൻ ആരോപിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പലപ്പോഴും അത് നിങ്ങൾക്ക് ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പിന്നെ മോശമായിട്ടുള്ള സമീപനം മറ്റുള്ളവരിൽ ഉണ്ടായിട്ടുണ്ടോ? 100%. ഞാനിപ്പോൾ ഈ പ്രൊജക്റ്റുകൾ പറയുമ്പോൾ തന്നെ ഇതിന്റെ ക്ലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ കമ്പനി തുടങ്ങിയത് ഞാനും കണ്ണന. ഞങ്ങളുടെ ബേസ് എന്താണ്? ഡയറക്റ്റ് സെല്ലിംഗ്.
നമുക്കറിയാം ഒരുപാട് തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഇന്ന് ന്യൂസ് വരുന്ന എന്താണ് മണി ചെയിൻ മോഡൽ തട്ടിപ്പ് എന്നാണ്. പക്ഷെ ജനങ്ങൾക്ക് അറിയില്ല എന്താണ് മണി ചെയിൻ, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ്, ജനങ്ങൾക്കും അറിയില്ല, ചില യൂട്യൂബ് ബ്ലോഗേഴ്സിനും അറിയില്ല. ഞാൻ സാറിനായിട്ട് ഉദ്ദേശിച്ചത്, ഞാൻ അവരുടെ പേര് പറയാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ ഒരു ഡിമാൻഡാണ് ഇന്ന് ഞാൻ ഏറ്റവും അധികം അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തട്ടിപ്പാണ്. എന്നെ ഇവർ എന്താ പറയുക, ഇത്ര വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിവേ ഞങ്ങൾ മുന്നോട്ടാണ്. കാരണം ഞങ്ങളുടെ പ്രൊജക്റ്റ് ആരുടെ മുമ്പിലും പറയാനും കണക്കുകൾ കാണിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോയാലേ പറ്റൂ. കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന എനിക്കറിയാം വലിയൊരു പ്രൊജക്റ്റാണ്. കാരണം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ഒരു ആശയം. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഒരു ആളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നല്ല ബാക്കപ്പ് തരാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല കച്ചവടമായിരിക്കും കാപ്ര. അല്ല, തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ചിട്ട് പലപ്പോഴും ഇപ്പം എനിക്ക് തോന്നുന്നു അസൻ കേരള, അതുപോലെ തന്നെ ബിസിനസ് കേരള, ഇപ്പം ഇൻവെസ്റ്റ് കേരള വന്നു അല്ലേ. അപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുള്ള പ്രവാസി മലയാളികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും തിരിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇരിക്കുന്നത്. നമ്മുടെ ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് 2ാം വർഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ എടുത്തു കളഞ്ഞൊരു കാര്യം കൊടികുത്തലും ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ സംരംഭക സൗഹാർദ്ദമാക്കാനായിട്ടൊരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷ ഗവൺമെൻറ് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ ഒരു സന്തോഷം വരുന്നുണ്ട്. ഒരു കാലത്ത് ബൂർഷ എന്ന് മുദ്രകുത്തിയിരുന്ന വ്യവസായികളെ വീണ്ടും കേരളത്തിലേക്ക് മാടി വിളിക്കുമ്പോൾ ഇവിടെ വ്യവസായത്തിന് പറ്റിയൊരു മണ്ണാണെന്ന് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റുണ്ട്. അവിടെയാണ് നിങ്ങളെപ്പോലുള്ള സംരംഭകരെ പ്രൊമോട്ട് ചെയ്യേണ്ടതിൻ്റെ സംരക്ഷിക്കേണ്ട ചുമതല ഗവൺമെൻറ്റിനുള്ളത്. ഇവിടെ ഇപ്പം കാപ്ര ഈ പറയുന്നത് പോലെ ഇ കൊമേഴ്സിലേക്ക് വന്നു, അതുപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിലേക്ക് വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ബിസിനസ്സും എന്നും ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉള്ളൊരു കാര്യമാണ് മഞ്ഞലോഹം അല്ലേ. ഗോൾഡിനോടുള്ള ഒരു ആഭിമുഖ്യം പ്രത്യേകിച്ച് മലയാളി സ്ത്രീകൾക്കിടയിൽ, അതുപോലെ തന്നെ ഇപ്പം വജ്രം ഒരു ഇതായിരിക്കുകയാണ്, വളരെ ഒരു ജനങ്ങൾക്കിടയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് ഈ ഡയമണ്ട്സിൻ്റെ കാര്യത്തിലും. അത് മലയാളികൾ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കും. പല കല്യാണങ്ങൾക്കും ഇപ്പം സ്വർണ്ണത്തിന് പകരം മഞ്ഞലോഹത്തിന് പകരം വജ്ര ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങിയ വധൂവരന്മാരെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഇപ്പം കാപ്രയുടെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്. ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ സാധ്യത എന്താണ്? എങ്ങനെയാണ് അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ആലോചിച്ചത്? നമ്മൾ ഓൾറെഡി 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. സെല്ലേഴ്സ് കാർഡ് ബ്രേക്ക് ഇവൺ ആണ്. കാപ്ര ഡെയിലി ബ്രേക്ക് ഇവൺ അല്ല. കാരണം അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും കാണാൻ ആലോചിച്ചത് നമുക്കൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കൂടി നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം നിലനിൽപ്പാണല്ലോ. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞ മാതിരി ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ബിസിനസ് വളരണമെങ്കിൽ മിനിമം ഒരു 8 വർഷം 9 വർഷമൊക്കെ അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു ബിസിനസ് ഡെവലപ്പ് ആയിട്ടില്ല. അപ്പോൾ അതുവരെ നമ്മൾ എന്താ പറയുക, നമ്മൾ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ കണ്ണനായിട്ട് സംസാരിച്ച് നമുക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. അപ്പോഴാണ് നമ്മൾ സ്വർണ്ണത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു ഗോൾഡ് സ്മിത്ത് ആണ്, ഞാനൊരു തട്ടാനാണ്. അപ്പോൾ സ്വർണം അത് ഞങ്ങളുടെ ഒരു ദൈവികമായൊരു ലോകമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇതിനുള്ള ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂലധനമാണ് അല്ലേ. നമ്മളൊരു ജ്വല്ലറി തുടങ്ങാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ നവംബർ 29 ഞങ്ങൾ എന്ത് ചെയ്തു, തൃപ്പൂണിത്തറയിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് ജ്വല്ലറി നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാനും കടന്ന് ചിന്തിച്ചത് ഇതിലേക്കുള്ള ഒരു ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ ഏത് ബ്രാൻഡിനും വേണ്ടത് കസ്റ്റമറാണ്. ഞങ്ങൾക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം ഞങ്ങൾ 2-2.5 കൊല്ലം കൊണ്ട് ചെയ്തതാണ്. ഇപ്പൊ സെല്ലേഴ്സ് കാർഡിൽ 30,000 കസ്റ്റമർ ഉണ്ട്. ഈ പറയുന്ന കാപ്ര ഡെയിലിയിൽ ഞങ്ങൾക്ക് എന്താ പറയാ പിക്കപ്പ് സെന്റർ ഓണറായിട്ട് 4,000 പേരുണ്ട്. അപ്പൊ ഇവര് ഒരു സ്വർണം ആലോചിക്കുമ്പോൾ കാപ്ര ഡെയിലിയിലേക്ക് വരുന്നറിയാം. അപ്പോഴാണ് ഞങ്ങൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കി. കാരണം ഇതിന്റെ ഒരു പ്രോഫിറ്റ് ഷെയറിങ് നമുക്ക് ഇവർക്ക് കൂടി കൊടുക്കാം. അതായത് എല്ലാ പ്രോഫിറ്റും നമ്മൾ എടുക്കല്ല. ഈ നമുക്കൊരു കാരണം ഞങ്ങൾക്ക് ഓൾറെഡി കാപ്ര ഡെയിലിയിൽ ഞാൻ പറഞ്ഞു പിക്കപ്പ് സെന്റർ പോസ്റ്റൽ ഏരിയ അത് ഞങ്ങളുടെ ഒരു സെല്ലിംഗ് പോയിന്റ് ആണ്. അപ്പൊ അത് ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഏജന്റിനെ വർക്ക്ഔട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ 30,000 പേരിലും ഈ 4,000 പേരിലും അത് അനൗൺസ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കാപ്ര ഗോൾഡിൽ എന്താവാം ഒരു ഏജന്റ്, താല്പര്യമുള്ളവർക്ക് ഏജന്റ് ആവാം. അവിടെയാണ് ഞങ്ങൾ ഒരു ആശയം നമ്മൾ പ്ലാൻ ചെയ്യണേ, ഏജന്റ് എന്ന് പറഞ്ഞൊരു ആശയം. ഇപ്പൊ ഇവിടെയൊക്കെ ഫ്രാഞ്ചൈസ് സിസ്റ്റങ്ങളുണ്ട്. ഇപ്പൊ മക്ഡൊണാൾഡ് ആയിക്കോട്ടെ, KFC ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങളും പ്ലാൻ ചെയ്ത് നോക്കിയത് നല്ലൊരു ആശയമാണ്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പുതിയ ഐഡിയ ആണ് കേട്ടോ. കാരണം അത് പഴയ ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഡിജിറ്റൽ ഫ്രാഞ്ചൈസിയാണ്. എല്ലാവരും ഉള്ളത് ഫിസിക്കലാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഏജന്റ് ആവുന്നവൻ അവിടെ പോയി ജ്വല്ലറിയുടെ ഒന്നും വേണ്ട, ഞങ്ങളുടെ ഒരു പാർട്ടായാൽ മതി. ആ പോസ്റ്റൽ ഏരിയയിൽ അവൻ കച്ചവടം നടത്തിയ ആ ലാഭത്തിന്റെ 30% എന്താണ് നെറ്റ് പ്രോഫിറ്റ് ആണ് അയാളിലൂടെ വരുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ അയാളുടെ പോസ്റ്റ് ഏരിയയിൽ അയാൾ അറിയാതെ വരുന്ന ബിസിനസ്. അങ്ങനെയുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ വന്ന് ബില്ലടിക്കുമ്പോൾ ഇപ്പൊ ഞാൻ എന്റെ അയ്യന്തോലാണ് എന്റെ പ്രോപ്പർ പ്ലേസ് 68,003. ഞങ്ങളുടെ ജ്വല്ലറി വന്ന ഒരാൾ ബില്ലടിക്കുമ്പോൾ 68,003 അടിച്ചാൽ ഞാൻ അവിടുത്തെ ഒരു ഏജന്റ് ആണെങ്കിൽ അതിന്റെ ലാഭത്തിന്റെ 30% എന്താണ്? അതൊരു വലിയ സംഭവമാണ്. ഒരാൾ അറിയാതെ തന്നെ അയാൾക്ക് വരാം. ഇനി അഥവാ അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ തന്നെ ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കേട്ടു. പക്ഷേ ഇതിൽ എനിക്ക് വേണ്ട ഒരു കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാണ്,
ഇപ്പോൾ എൻ്റെ ജ്വല്ലറി തൃപ്പൂണിത്തുറയാണ്. നിങ്ങൾ അതിൻ്റെ ബില്ലിംഗ് നോക്കി അറിയാം. മാർത്താണ്ഡം, നമ്മുടെ നാട് പോലെയല്ല, ട്രിവാൻഡ്രം അപ്പുറമാണ്. അവര് വന്ന് കല്യാണം, തമിഴ്നാടാണ്. നിലമ്പൂര്, അവിടെ നിന്ന് വന്നെടുക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ കസ്റ്റമർക്ക് വേണ്ടത് അവർക്ക് ഫിസിക്കലായിട്ട് അവരടുത്ത് ജ്വല്ലറി ഉണ്ടെങ്കിൽ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണ്? ഓൺലൈനും ഉണ്ട്, നമുക്ക് കാപ്ര ഡെയിലി ഉണ്ട്, ഓൺലൈനും ഉണ്ട്. പക്ഷെ ഈ മഞ്ഞ ലോഹം സ്വർണ്ണം എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, റിസ്ക് ഒന്നുമില്ല, കാരണം അതുള്ള ഏജൻസി ഒക്കെ ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് ഇത് കണ്ടെടുക്കുന്നതാണ് കൂടുതൽ. അപ്പൊ ഞങ്ങളും പ്ലാൻ ചെയ്യുന്നത് ഫിസിക്കലായിട്ടുള്ള ജ്വല്ലറികളാണ്. അപ്പൊ അതിന്റെ റൂട്ട് നമ്മളിലുണ്ട്. കാരണം ഞാൻ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്കൊരു 350 ഏജന്റ് ആണ് വന്നത് ആദ്യം. 350 ഏജന്റ്. ഈ 350 ഏജന്റ് വന്നപ്പോ ഒരു ജ്വല്ലറി. ഇനി ഇതിൽ വാക്കൻസി എത്രയുണ്ട്? 5000 പോസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോ ഇനി ഒരു 350 ഏജന്റ് വരുമ്പോ അടുത്ത ജ്വല്ലറി വരും. ക്ലിയർ ആയി? അങ്ങനെ 5000 ഏജന്റ് വരുമ്പോ എനിക്ക് കേരളത്തിൽ എന്തായി, എന്നെ സംബന്ധിച്ച് 10 ജ്വല്ലറി, ഒരു ഏജന്റ് ഒരു കല്യാണം, ഒരു വർഷം അല്ലെ, ഒരു 100 പവൻ ഒരു ഏജന്റ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ 4000 ഏജന്റ്, 1000 നമുക്ക് വിടാം അല്ലെ, നമ്മുടെ മലപ്രദേശം ഉണ്ടാവും, പലതുണ്ടാവും. ഒരു 4000 ഏജന്റ്, ഒരു 100 പവന്റെ കല്യാണം ഒരു വർഷം കൊടുന്നാൽ 4 ലക്ഷം പവനായി. ഇന്ന് പവന്റെ റേറ്റ് ഞാൻ പറയണ്ടല്ലോ. ഒരു 50,000 കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയ 2000 കോടിയാണ് 2025-26 കാപ്ര ഗോൾഡ് പ്ലാൻ ചെയ്യുന്നത്. 2000 കോടി. ഈ ഏജന്റ് ആക്ച്വലി എങ്ങനെ ഏജൻസിയിലേക്ക് കടന്നു വരണമെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ആളൊരു ചെറിയൊരു ഏജന്റ്, ആള് അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ഗോൾഡ് ബുക്ക് ചെയ്യുക. നമ്മളതാ പറയുന്നത്. നമ്മളൊരു 2 lakh ആണ് നമ്മളൊരു മിനിമം പറയണത്. അത് അവന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ഗോൾഡ് ബുക്ക് ചെയ്തിട്ട് ഒരു ഏജന്റ് അല്ലെ, നമ്മൾ ഇതൊരു ബിസിനസ് ആണ്. ഒരു ഏജന്റായി 10 ദിവസം കഴിയുമ്പോൾ വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ബാധിക്കും. അപ്പൊ നമുക്കൊരു 3 പീരീഡ് ഉണ്ട്, ഒരു മെച്ചൂരിറ്റി പീരീഡ് പോലെ ഒരു 3 വർഷം എന്ത് ചെയ്യണം, നമ്മൾ അവരായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇനി 3 വർഷം കഴിഞ്ഞ് അവൻ പറയണ ഏജന്റ്ഷിപ്പ് വേണ്ട കുഴപ്പമില്ല, നമ്മൾ അവന് കൊടുക്കുന്നത് 2 ലക്ഷം കേട്ടോ. 2 ലക്ഷത്തിന് അവൻ അഡ്വാൻസ് ബുക്ക് ചെയ്തു ഈ വർഷം. ഇപ്പൊ 2 ലക്ഷത്തിന് ഒരു 28 ഗ്രാം കിട്ടിയാൽ 3 കൊല്ലം കഴിയുമ്പോൾ അവന് കിട്ടുക 28 ഗ്രാം. അത് ഇരട്ടി എന്ന് പറയാൻ കാരണം 3 കൊല്ലം. ഇന്ന് സ്വർണത്തിന്റെ റേറ്റ് ഞാൻ പറയണ്ട, കാരണം ഈ കഴിഞ്ഞ 3 കൊല്ലം 2022 to 2025 നോക്കുകയാണെങ്കിൽ ഇന്ന് സ്വർണത്തിന്റെ റേറ്റ് 3000-4000-8000 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഡബിൾ ആണ്. പിന്നെ അവർക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് ഏജന്റ് ആവാം. കാരണം ഞാൻ പറയാണ്, അവരുടെ ഈ പറയുന്ന 2 lakhs തന്നെയാണ് എന്റെ എന്താ പറയാ മൂലധനം, ക്യാപിറ്റൽ. അവര് തരുന്നതാണ് എന്റെ സ്റ്റോക്കായിട്ട് കയറാണ്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 30% എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നെറ്റ് പ്രോഫിറ്റിന്റെ 30% നല്ലൊരു സംഖ്യ അല്ലേ, അവരിലേക്ക് തന്നെ തിരികെ ചെല്ലുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ കാപ്ര ഗോൾഡിന് അതുപോലെ നമുക്കൊരു CSR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അല്ലേ, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പൊ ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഞങ്ങൾ ഓൾറെഡി അറിയാലോ, നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ഞങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് തന്നെ ഏറ്റവും സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ കാപ്ര എന്നുള്ളൊരു ബ്രാൻഡ് വരുമ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് പേരെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ഡയറക്റ്റ് ആയിട്ട് 70ഓളം സ്റ്റാഫ് ഉണ്ട്. ഇപ്പൊ എന്റെ ജ്വല്ലറിയിൽ 20 സ്റ്റാഫ് ഉണ്ട്. ഞാൻ 10 ജ്വല്ലറി തുടങ്ങിയാൽ 200 സ്റ്റാഫിന് എനിക്ക് കൊടുക്കാൻ പറ്റും. ഗവൺമെന്റ് എന്ത് പോകുന്നു, GST പോകുന്നു. വലിയ കാര്യം തന്നെയാണ്. കാപ്ര ഡെയിലി അല്ലെ, നമുക്ക് 2 സൂപ്പർ മാർക്കറ്റേ ഉള്ളൂ. ഈ അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു 40-45 സ്റ്റാഫ് കാപ്ര ഡെയിലിയിലുണ്ട്. സെല്ലേഴ്സ് കാർഡിൽ ഇൻഡയറക്റ്റ് ആയിട്ട് 12,000 പേർക്ക് നമ്മൾ ഡെയിലി വരുമാനം കൊടുക്കുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു, ഇപ്പോൾ ഞാൻ എന്താ പറയാ, ഞാനൊരു ഡയറക്ട് സെല്ലറായിട്ട് നടക്കുമ്പോൾ ഞാൻ മാത്രം രക്ഷപ്പെട്ടിരുന്നുള്ളൂ. ഇന്ന് ഞാൻ കാപ്രയായിട്ട് വരുന്ന സമയത്ത് ഞാൻ എല്ലാ മാസം 10-ാം തീയതിക്കുള്ളിൽ അവർക്ക് സാലറി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വലിയൊരു സുഖമാണ്. അപ്പോൾ കാപ്ര വളരുന്നതിനനുസരിച്ച് സോഷ്യലായിട്ടും വളരാണ്. പിന്നെ ഞങ്ങൾക്കൊരു ബ്രേക്ക് ഇവൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഒരു കേരളത്തിന് എന്താ പറയുക അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളുടെ ഒരു പ്ലസ്, ഞങ്ങളുടെ എല്ലാ കമ്പനിയും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കേരളത്തിലാണ്. അത് ഒന്ന് പഠിക്കേണ്ട കാര്യമാണ്. ഞാനത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഞാൻ പല ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ പല ആൾക്കാരും പറയാറുള്ളത്, പക്ഷേ എന്തിനാ കേരളത്തിൽ, എന്തിനാ റിസ്ക് എടുക്കണേ അല്ലെ, എല്ലാവരും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഞാൻ തുടങ്ങിയത് കേരളമാണ്. എൻ്റെ കാപ്ര ഡെയിലി കേരളത്തിൽ ആകെ ഒരു ഇ-കൊമേഴ്സ് കമ്പനി ഉള്ളൂ, പരിശോധിച്ചറിയാം. ഇപ്പൊ നമ്മൾ പറയുന്ന സെപ്റ്റോ ബോംബെ കമ്പനിയാണ്, ബിഗ് ബാസ്കറ്റ്, ടാറ്റ അല്ലെ, പുറത്താണ്. സജീവമായി നിൽക്കുന്ന കമ്പനികൾ വളരെ കുറവാണ്. ഉറപ്പാണ്. പിന്നെ ചെറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞ ആ റേഞ്ചിലാണ്. അപ്പൊ അതിന്റെ ഒരു സപ്പോർട്ടും എനിക്ക് ഓൾറെഡി യൂണിയന്റെ ഭാഗത്തുനിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. തീർച്ചയായിട്ടും. ഈ കൊമേഴ്സിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഈ കൊമേഴ്സിനകത്ത് നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അല്ലേ, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എങ്ങനെയാണ്, പിന്നെ മറ്റ് ആമസോൺ പോലെയുള്ള വലിയ വലിയ മേഖലകളിൽ നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ അവർ ഓഫർ ചെയ്യുന്ന ഒരു വലിയ ഇളവുകളുണ്ട്. അത് നമ്മളുടെ കാപ്രയിലെ ഇ കൊമേഴ്സിലുണ്ടോ? എപ്പോഴും ഒരു ബിസിനസ് അറിയാം, ആദ്യം റിക്വസ്റ്റ് ആണ്, പിന്നീടാണ് ഡിമാൻഡിലേക്ക് വരുന്നത്. ഒരു ആമസോൺ ആദ്യ സമയത്ത് റിക്വസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ബുക്കാണ്, അവരുടെ ഒരു ബുക്ക് സെല് ചെയ്യാൻ 50 ദിവസം എടുത്തെന്ന് പറയണേ. ഇന്ന് ഫ്ലിപ്കാർട്ടിലേക്ക് വേണ്ടി ആൾക്കാർ ക്യൂ ആണ്. ഈ ഗ്രോത്ത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോൾ 2 വർഷമായിട്ടുള്ളൂ.
നമ്മളൊരു കാപ്ര ഡിജിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ സ്റ്റോർ കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് തുടങ്ങിയ മൊബൈലൊക്കെ നമുക്ക് സ്റ്റോർ എല്ലാ ഗാഡ്ജറ്റ്സും കൊടുക്കാൻ പറ്റും. നമുക്ക് സ്റ്റോർ, കാരണം ഈ കൊമേഴ്സിൽ നമ്മൾ എത്രത്തോളം പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നോ അവിടെയാണ് ഡിസ്കൗണ്ട്. ഇപ്പൊ ഞാനൊരു ഐഫോണിൽ പോയി സംസാരിക്കുകയാണ്, ഒരു ഫോൺ എടുത്ത് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടില്ല, ഞാൻ 100 എടുത്താൽ ഡിസ്കൗണ്ട്. അതാണ് ബിസിനസ് എന്ന് പറഞ്ഞൊരു കാര്യം. പിന്നെ ഇതിൽ വേണ്ടത് എന്താണ്, ഇതിന്റെ ഡൗൺലോഡേഴ്സ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, എനിക്കിപ്പോ ഏകദേശം 16,000-ഓളം ഡൗൺലോഡേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിലൊരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്തായാലും കണ്ണനും പ്രക്ഷോഭവും ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഉറപ്പായിട്ടും അല്ലേ, അത് ജനങ്ങൾ അറിയണം. ഇപ്പം മലനാട് TV അറിയാലോ, ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്ത ചാനലാണ്. നമ്മളുടെ യഥാർത്ഥ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നാഷണൽ റീബിൽഡിംഗ് ത്രൂ മീഡിയ എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് പോലും തയ്യാറായത്, മനസ്സിലായില്ലേ? പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പല യൂട്യൂബർ എന്ന് പറയുമ്പം നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം, മോശമായിട്ടുള്ള രീതികളിൽ ഉപയോഗിക്കാം, അല്ലേ? പലരും ഉദരനിമിത്തം ബഹിർകൃത വേഷം എന്ന് പറയുന്നത് പോലെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ഒരു ചാനൽ എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് തുടങ്ങുക, അതിനകത്തൊരു വീഡിയോ സ്ട്രീമിംഗ് നടത്തുക അല്ലെങ്കിൽ ചാനൽ നടത്തുക, എന്നിട്ട് പലപ്പോഴും നിങ്ങളെപ്പോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ടാക്കിൾ ചെയ്തിട്ട് വരാറുണ്ട്. അപ്പം ഇപ്പം തന്നെ എന്നോട് പറഞ്ഞു, പലരും വന്നിട്ട് പണം ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതിന് നല്ലതല്ലേ, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും. എന്നെ സംബന്ധിച്ചിട്ട് മലനാട് ജീവിയെക്കുറിച്ച് മോശമായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം 13 വർഷം നമ്മളിത് ചെയ്ത നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞാലേ പ്രശ്നം മനസ്സിലാകുള്ളൂ, അല്ലേ? അപ്പം ഇനി വരുന്ന ആളുകളോട് അതല്ലേ പറയേണ്ടത് പ്രശ്നം. ഞാൻ പലപ്പോഴും എൻ്റെ ഒരു ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് പറയാം, ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. റീസൺ വേറെ ഒന്നുമല്ല, ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബിസിനസ്സിൽ കുറച്ച് സീക്രട്ട് ഉണ്ട്, സെല്ലിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മളൊരു ന്യൂസ് ചാനലോട് പറഞ്ഞാൽ ഇത് കോപ്പി അടിക്കാൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു, ഒരു നല്ലൊരു എന്താ പറയുക സാമ്പത്തികമുള്ള ഒരാൾക്ക് ഞാൻ ഈ പറയുന്ന പ്രൊജക്ട് അവർക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ്. പക്ഷെ ആ ഐഡിയ ഞാൻ പുറത്തു വിടാതെ ഞാൻ ഇത്ര നാൾ ഇരുന്നു. പിന്നെ സാറ് വന്നപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞ കാര്യം സാറിന് അറിയാലോ, റീച്ച് ഒന്നും ആയിട്ടില്ല, ഞാൻ പേരൊന്നും പറയാനില്ല. ഒരു 1 year ആയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഈ വ്ളോഗേഴ്സാണ്. നിങ്ങൾ തട്ടിപ്പാണ്, ഞാൻ എവിടെ വേണേലും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്താ തട്ടിച്ചെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ട്രാൻസ്പെറൻ്റ് ആണ്. എൻ്റെ വന്ന ഫണ്ട് എവിടെ പോയി, എങ്ങനെ പോയി, ഞാൻ അതുകൊണ്ടാണ് സാറിൻ്റെ മുമ്പിൽ ഞാൻ ധൈര്യമായിട്ട് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു തീരുമാനം എടുത്തു, ഇനി ആരെന്ത് പറഞ്ഞാലും എന്താണ്, ഞാൻ വഴങ്ങില്ല. കാരണം ഇവരൊക്കെ എന്താണ് ചെറിയ ചെറിയ ഫണ്ടുകൾക്ക് വേണ്ടിയൊക്കെയാണ് വരുന്നത്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, കാരണം അവർക്കും ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അല്ല, എന്നെ സംബന്ധിച്ച് പേരെടുത്ത് പറയണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗർ ആണെങ്കിലും ഒരു മാധ്യമപ്രവർത്തനാണെങ്കിലും മുഖ്യധാര മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അവരുടെ പേരുകളും കൂടെയാണ് കളങ്ങ് മാറുന്നത്. അപ്പോൾ നേരത്തെ ഫസ്റ്റിൽ എന്നോട് പറഞ്ഞ പോലെ അങ്ങനെക്കുറിച്ചല്ല ഉദ്ദേശിച്ചത് കേട്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇല്ലേ, ശരിക്കും ഒരു പ്ലാറ്റ്ഫോമിൽ. കാരണം ആരൊക്കെയാണ് പ്രക്ഷോഭനെ ചൂഷണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു സ്ഥാപനത്തിനെ ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കും എന്ന് പറഞ്ഞ് പണം മേടിച്ചിട്ടുണ്ട്, അത് എന്നോട് തുറന്നു പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഞങ്ങളിത് നോൺ എഡിറ്റഡ് ആയിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഒരു 1 year മുമ്പ് വന്നു, ഞാനത് സെറ്റിൽ ചെയ്തൊരു കാര്യമാണ്, ഞാൻ അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പം എന്നെ എന്താണ് ഒരു 2 വ്ളോഗേഴ്സ് ഒരു 3 വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പേരെടുത്ത് പറയാം, കാരണം അതിലൊന്ന് എന്താ പറയുക, അർജുൻ എന്ന് പറഞ്ഞൊരു വ്ളോഗറാണ്. ചാനലിൻ്റെ പേര് ദ റിപ്പോർട്ടറാണ്, അങ്ങനെ എന്താണ് ചാനലിൻ്റെ പേര്. പിന്നെ ഒരു ദ ജേർണലിസ്റ്റ്, അത് വളരെ കോമഡിയാണ്. നമ്മളെക്കുറിച്ച് അത്രയും മോശം, കാരണം എനിക്കൊരു ഫാമിലി ഉണ്ട്, എനിക്കൊരു ഇതുണ്ട്. ഒരു ചെറിയ സംഭവം പാലാരിവട്ട സ്റ്റേഷനിലുണ്ടായി. നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്, അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വർക്കിന് പോകുന്നു. അവർ ആ സമയത്ത് നല്ല 2 പേര്, ഒരാണും പെണ്ണാണ്, നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്തു. പിന്നെ ഈ ബിസിനസ്സിൽ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാറിന് ഡയറക്ട് സെല്ലിംഗ് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം, പല ആൾക്കാരും 6 മാസത്തേക്ക് നിൽക്കുള്ളൂ. പിന്നെ അടുത്ത കമ്പനി ഈ ചാടുമ്പോൾ പഴയ കമ്പനിയെ കുറിച്ച് എന്താണ് മോശം, അതുവരെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എത്ര മനോഹരമായി നടക്കും. അത് ഞങ്ങൾ ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഞങ്ങൾ ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അതാണ്. അപ്പൊ ഇവര് തമ്മിൽ എന്തൊരു ഈഗോ ക്ലാഷും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്റെയും കണ്ണെടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇതിലെങ്ങനെ സൊല്യൂഷൻ കാണാം. എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ ഓക്കെ, ഇത് സ്റ്റാഫല്ല, ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്, ഞങ്ങളിത് കേട്ടിരിക്കണ്ടായുള്ളൂ. ഞങ്ങളുടെ ജ്വല്ലറി ഇനോഗ്രേഷൻ സമയത്താണ് പാലാരിവട്ടം സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ്. ആ കംപ്ലൈൻറ്റിൽ എന്ന് പറഞ്ഞാൽ വെർബലായിട്ട് ഹരാസ് ചെയ്തു. അപ്പോൾ ആ വെർബൽ ഹരാസ്മെൻറ്റ് മാനേജ്മെൻറ്റായി എന്നോടും കണ്ണനോടും പറഞ്ഞപ്പോൾ ഞങ്ങളിത് മൈൻഡ് ചെയ്തില്ല. ഇതാണ് ഞങ്ങളുടെ പേരിലെ കേസ്. 1ാം പ്രതി ആ ലീഡറാണ്, 2ാം പ്രതി, അതായത് ഇത് മൈൻഡ് ചെയ്യാത്ത 2ാം പ്രതി കണ്ണൻ തിലകൻ, 3ാം പ്രതി പ്രശോഭ് ദാസ്. ഈ സാധനമാണ് സാറ്. ആ ഒരൊറ്റ പരാതിയുടെ പുറത്താണ് നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത്. ഒറ്റ വീഡിയോ എന്ന് പറഞ്ഞാൽ സാർ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓരോ കാമപ്രാന്തനെ പോലെയൊക്കെ ചിത്രീകരിച്ചുള്ളൊരു വീഡിയോ ആണ്. എനിക്കും ഒരു വൈഫുണ്ട്, മോനുണ്ട്, എൻ്റെ സ്റ്റാഫ്.
ഇപ്പൊ സാർ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യണേ, ഒരുപാട് പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നതാണ്, അവരുടെയൊക്കെ അഭിമാനമുണ്ട്. ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ട്. ഇവര് എന്തെങ്കിലും പറയുമ്പോൾ എന്താണ് കാര്യം, അപമാനിച്ചോട്ടെ, പക്ഷെ അതിനൊരു ന്യായവും കാര്യങ്ങളും വേണം. അപ്പൊ ഞാനിതിന് പിന്നില്ല എന്ന് പറയാൻ കാരണം ഈ ചാനലൊക്കെ എന്താണ് ഒരിക്കലും രജിസ്റ്റർ ചെയ്ത ചാനലൊന്നല്ല, ഒരു മൈക്കും പിടിച്ച് പലതും പറയാം. അല്ല, ഈ എപ്പോഴും ബാലൻസ്ഡ് ന്യൂസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ പറയുന്ന വാർത്ത ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ വേർഷൻ എടുത്തോ അവര്? ഇല്ല, നമ്മൾ എന്തും ചെയ്യാൻ കയറിയതിനു ശേഷമാണ് ഇത് പറയുന്നത്. ഇതിൽ ഞാൻ സാറോട് പറഞ്ഞില്ലേ, നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാരുണ്ട്, ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, പണിയെടുക്കാതെ ഇവിടെ ഒന്നും കിട്ടില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമല്ല, നിക്ഷേപമല്ല. ഇവിടെ പല കമ്പനികളും എന്താ വെറുതെ ഇരുന്നാൽ മതി, ഇട്ടാൽ മതി, ഇത്ര പെർസെന്റേജ് കിട്ടാം. കാപ്ര അതല്ല, കാപ്രയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അതിൽ ആരൊക്കെ എഫോർട്ട് ഇടുന്നുണ്ടോ അവർക്കുള്ള എല്ലാ നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് ഈ 3 വർഷത്തെ മെച്യൂരിറ്റി പീരീഡിൽ അവർക്ക് 3 വർഷം കഴിഞ്ഞാൽ അത് സ്വർണ്ണമായിട്ട് കൊടുക്കും. അപ്പം എന്തായാലും നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനത്തിനെ പെട്ടെന്ന് കയറി ഒരു മോശമായിട്ട് വൽക്കരിക്കുന്ന രീതിയിൽ ഒരാൾക്ക് വേണേൽ എനിക്കുള്ള ആകാം അല്ലേ ഒരു സ്ഥാപനത്തിന്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന 70 പേർക്കുള്ള ആ ജീവിതം നമുക്ക് കൊടുക്കാൻ പറ്റില്ല, 7 പേർക്ക് കൊടുക്കാൻ പറ്റില്ല. You are watching India's first NGO television, Malanadu TV, India. ശരിയല്ലേ? അപ്പൊ ഇതിനെങ്ങനെയാണ് അതിജീവിച്ചത്? എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിലൊരു വിശ്വാസം ഉണ്ടാകണമല്ലോ, ഈ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് ആ വിശ്വാസം ഈ ഇത്തരം വാർത്തകൾ കാരണം കൂടുതലായിട്ടാണോ ഉള്ളത്, കുറഞ്ഞിട്ടാണോ ഉള്ളത്? അല്ല, കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും വലിയ കാര്യം. അതെ അതെ, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം അവിടെ നമ്മൾ കുറ്റം ചെയ്തില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ അർജുൻ, ഞാൻ ആ പേരിൻ്റെ അടുത്ത് പറയാം, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ, അങ്ങോട്ട് വിളിച്ചു അങ്ങോട്ട് എവിടെ നമ്പർ കിട്ടിയെന്ന് എനിക്കറിയില്ല. പർപ്പസ്ഫുള്ളി അയാൾക്കൊരു താല്പര്യമുണ്ട് ഇത് തകർക്കണമെന്നുള്ള. ആള് പറയുന്നുണ്ട്, പല ആൾക്കാരും ഞങ്ങളിത് പൂട്ടിക്കും തന്നെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പൂട്ടിക്കണം, കാരണം പൂട്ടിക്കണം, അപ്പോഴാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം ഞാനും ആളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് പോലില്ല, അർജുൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ട് പോലില്ല. അപ്പൊ എന്തുകൊണ്ടാണ് പൂട്ടിക്കണം എന്ന് നോക്കുമ്പോൾ എനിക്കത് പിടുത്തം കിട്ടുന്നില്ല. പൂട്ടിക്കണം, പക്ഷെ നമുക്കങ്ങനെ പൂട്ടിപ്പോകാൻ പറ്റില്ലല്ലോ. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് തന്നെ ഞങ്ങളുടെ പേരാ. അപ്പൊ കാപ്ര എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പേരാ. അത് ഞങ്ങൾ ഭയങ്കര ഇമോഷണലായിട്ട്, കാരണം ഞങ്ങൾ എടുക്കുന്ന ഒരു പെയിൻ ഞങ്ങൾക്കറിയാം, ടെൻഷൻ ഞങ്ങൾക്കറിയാം. ഇവിടെ ഒരു കമ്പനി മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്താണ് നമ്മൾ 3 കമ്പനിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണേ. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെയിൻ നമുക്കുണ്ട്. അപ്പോൾ തൽക്കാലം ആരും ഞങ്ങളെ ഒന്ന് പൂട്ടിക്കാൻ വരട്ടെ, എന്തുണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിക്കാം. അല്ല, തീർച്ചയായിട്ടും ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെയൊക്കെ ആളുകൾ നിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നാണ് അർത്ഥം. ഉറപ്പായിട്ടും 3 വർഷത്തിനുള്ളിൽ കാപ്രയുടെ ഇത്രയും ഈ മറ്റു കമ്പനികളൊക്കെ കേരളത്തിലുണ്ട് അല്ലേ? കാപ്രയിലേക്ക് എന്തായാലും എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് കമ്പനികളുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ ഒരുപാടുണ്ട്. നോംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിക്കാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികളെ എനിക്ക് തന്നെ അറിയാം. ഇവരിലൊന്നും പോകാതെ കാപ്രയുടെ മണ്ടയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും കാപ്ര വിജയിച്ചു എന്ന് തന്നെയാണ്. കാപ്രയുടെ പ്രവർത്തനങ്ങൾ എന്തായാലും നാളെ അവർ പേടിക്കുന്നുണ്ട്, ആരൊക്കെയും കാപ്രയുടെ മുന്നോട്ടുള്ള വരവ്, പ്രത്യേകിച്ച് ഈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നൊക്കെയുള്ള മേഖലയിലേക്ക് വന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പായിട്ട് കാണുക. രണ്ടാമത് എനിക്ക് കണ്ണനെയും പേഴ്സണലി കണ്ണൻ്റെ ഇതായാലും അതുപോലെ തന്നെ പ്രക്ഷോഭൻ്റെ കാര്യത്തിലായാലും ഞാൻ കുറേ അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നത്. അപ്പം 2 ചെറുപ്പക്കാർ അവരുടെ സ്വപ്നങ്ങളാണ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. വെറുതെ ഞാൻ തന്നെ പല പ്രോജക്റ്റും പറഞ്ഞിട്ട് എനിക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് നിങ്ങളെ ഞാൻ കാണുന്നത്. എന്നെക്കാളും എത്ര ഉയരങ്ങളിലാണ് നിങ്ങളുടെ പ്രവൃത്തികൾ കാരണം കൊണ്ട് എത്തി നിൽക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 വാർത്ത ചെയ്തിട്ട് ഒരാൾക്ക് വേണമെങ്കിൽ അതിന് തകർക്കാൻ എളുപ്പം പറ്റും. പക്ഷെ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ പോലും അവർക്ക് എത്താൻ പറ്റില്ല. You are watching India's first NGO television, Malanadu TV, India. പക്ഷെ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ പോലും അവർക്ക് എത്താൻ പറ്റില്ല. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകുന്നത് ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അങ്ങനെ ആവട്ടെ. അതെ, ആ ഒരു ടേണിംഗ് പോയിന്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഞാൻ പലപ്പോഴും പല കമ്പനികളും ഇപ്പം മെയിനായിട്ട് ഇവിടെ കേരളത്തിലുള്ള ഒരുപാട് കമ്പനികളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത സാധനമാണ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. കാപ്ര ഡെയിലി എന്ന് പറയുന്ന ഇ കൊമേഴ്സ് മറ്റ് ഭീമന്മാരായിട്ടുള്ള കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൽ നിന്ന് പണം വാരി കൊണ്ടുപോയിട്ട് മോശം സാധനങ്ങൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ സമൂഹത്തിനെ രോഗികളാക്കി മാറ്റുന്ന തരത്തിൽ പെസ്റ്റിസൈഡ് ഫില്ല് ചെയ്തിട്ടുള്ള ആഹാര സാധനങ്ങൾ അടക്കം വിറ്റഴിച്ചുകൊണ്ട് ലാഭങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മലനാട് ടി വി മുന്നോട്ട് വെച്ചൊരു ആശയമാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന കാപ്ര ഡെയിലി എന്ന് പറയുന്ന സാധനം. വീടുകളിരുന്നുകൊണ്ട് ശുദ്ധമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വീട്ടമ്മമാരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ കൃഷിയിൽ കർഷകരുണ്ടാക്കുന്ന ഓർഗാനിക് ഫാമേഴ്സ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അത് മധ്യവർത്തികൾ കാരണം അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടാത്തത് കൊണ്ട് ഡംപ് ചെയ്യപ്പെട്ടിട്ടുള്ള കർഷകരെ ഞാൻ ഇടുക്കികളിലും വയനാട്ടിലും ഒക്കെ പോയി കണ്ടിട്ടുണ്ട്, ഇടുക്കിയിലും ജില്ലയിലൊക്കെ. അപ്പം ഇവിടെ അത്തരം കർഷകരുടെ ഒരു ആവലാതി എന്ന് പറയുന്നത്
സാർ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മുടക്കുന്ന തുക പോലും ഞങ്ങൾക്ക് തരാതെയാണ് ഈ പറയുന്ന മീഡിയേറ്റർ വന്നിട്ട് വില പേശുന്നത്. സോ അതുകൊണ്ട് കുരുമുളകും ഏലവും ഒക്കെ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർഗാനിക് കർഷകരൊക്കെ ഉണ്ട്, ഒരു തരി പെസ്റ്റിസൈഡ് ഒഴിക്കാതെ, ഒരു തരി മായം ചേർക്കാതെ. എന്നാൽ അതിനൊന്നും ഈ പറഞ്ഞ പോലെ വിപണിയിൽ ക്വാളിറ്റി ഉണ്ടാകത്തില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല മിനുസമോ നല്ല രൂപഭാവമോ ഒന്നും ഉണ്ടാകത്തില്ല, പുഴുക്കുത്ത് ഏറ്റതുണ്ട് മറ്റുള്ള കാര്യങ്ങൾ. പക്ഷെ അത്തരം നല്ല ഓർഗാനിക് ഐറ്റംസ് നമ്മൾ കണ്ടെത്തി ലാബ് ടെസ്റ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് കവറുകളിലാക്കി ഇന്ന് ഓർഗാനിക് എന്ന് പറയുമ്പോൾ ഇരട്ടി വരെയാണല്ലേ വിപണിയിൽ. എന്തുകൊണ്ട് നമുക്ക് MRP-യേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തുകൂടാ? നേരിട്ട് കർഷകരിൽ നിന്ന് എടുക്കുന്നു, നമ്മൾ പാക്ക് ചെയ്യുന്നു, നമ്മൾ തന്നെ അത് ജനങ്ങളെ. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് 4000-ലധികം പോക്കറ്റുകളായിട്ടുണ്ട് കേരളത്തിൽ. മലനാട് ടിവിക്ക് 1034 ഗ്രാമപഞ്ചായത്തുകളിലും സിറ്റിസൺ ജേർണലിസ്റ്റുകളുമായി വരുന്നുണ്ട്. അപ്പം ആ ജനതയുടെ ഇടയിലേക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ നമുക്ക് എന്തുകൊണ്ട് ഈ കാപ്ര ഡെയിലിയും മലനാട് ടിവി ഒന്നിച്ച് നമ്മുടെ ആ ഒരു പ്രോജക്റ്റിനെ കൊണ്ടുവരണം. അത് തന്നെയാണ് ഞങ്ങളുടെ ഡ്രീമും. ഇപ്പോൾ സാറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കണ്ണനുണ്ടായിരുന്നു, ഞങ്ങൾക്കും അതൊരു വലിയൊരു റീച്ചാണ്. കാരണം നമ്മളും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി നല്ല ഉൽപ്പന്നം, അതായത് വിഷാംശമില്ലാത്ത നല്ല ഉൽപ്പന്നം ജനങ്ങളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്ലസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള പ്ലാറ്റ്ഫോമും ഉണ്ട്, സാറിൻ്റെ കയ്യിൽ ആ പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കാപ്ര മലനാടൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കോർപ്പറേറ്റ് ലെവലുള്ള ഒരു ടൈപ്പ് കൂടി എനിക്ക് വേണം. അപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഇതൊരു വലിയൊരു തുടക്കമാവട്ടെ, വലിയൊരു വിപ്ലവമാവട്ടെ. തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന പ്രതിലോമ ശക്തികളുടെ ഇടപെടൽ കാരണമാണ് എനിക്ക് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയത്, ഇല്ലേ? അപ്പം എല്ലാം നല്ലതിനാണ്. സംഭവം യുഗ എന്ന് പറഞ്ഞതുപോലെ കാപ്രയും മലനാട് ടിവിയും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ, ജോയിന്റ് വെഞ്ചറിലേക്ക് ഈ പറഞ്ഞ കൊമേഴ്സിന്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ മലയാളികൾക്ക് ഒരു വലിയ ഭക്ഷ്യ സംസ്കാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. 100% ശുദ്ധമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണി വിലയേക്കാളും കുറഞ്ഞ വിലയിൽ കാപ്രയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ M-Shopയും മലനാട് ടിവിയും എല്ലാം ഒന്നിച്ചു വരികയാണ്. സന്തോഷം. അതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശുദ്ധമായ ഭക്ഷണങ്ങൾ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ 4000-ലധികം ഈ പറയുന്ന ഏജൻസിമാരുണ്ട്. മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസ്റ്റുകളായിട്ടുള്ള അത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ടാവും, പെയിൻറ്റിങ് തൊഴിലാളികളുണ്ടാവും, പലതരത്തിലുള്ള അവർക്കും കൂടി ഈ പറയുന്നത് പോലെ ഒരു ഷെയർ നിങ്ങൾ നേരെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോലെ തന്നെ ശ്രദ്ധിച്ചിരുന്നത്. അത് തന്നെ നമുക്ക് അനൗൺസ് ചെയ്യാം. up to 25 എന്ന് പറയുന്നത് മലനാട് ടിവി നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഈ പറഞ്ഞതുപോലെ പല ചില പദ്ധതികളിൽ ചില പ്രോഡക്റ്റുകൾ അവരും കൂടെ സഹകരിച്ചാൽ up to 50 വരെ നമുക്ക് പർട്ടിക്കുലർ പ്രോഡക്റ്റ് വീക്കെൻഡിൽ നമുക്കൊരു ഇത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും കാപ്രയും മലനാട് ടിവിയും തമ്മിലുള്ള ഒരു യൂണിയൻ ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റത്തിന് കാരണമാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്. ഇതുവരെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു വലിയ തീഷ്ണമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഫോക്കസിംഗ് ഉണ്ട്. ഒരു എന്താ പറയുക, പ്രൊഫഷണൽ എത്തിക്സ് കീപ്പ് ചെയ്തിട്ടാണ് ഇതുവരെ വന്നത്. 100% അല്ലേ? അതുകൊണ്ടാണ് ആരുടെ മുമ്പിലും തലകുനിക്കാതെ പ്രക്ഷോഭന് കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂവിൽ പ്രക്ഷോഭ ആവറേജ് നിങ്ങളുടെ USP മുതൽ മറ്റെല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഐഡിയക്കാണ് ക്യാപിറ്റലിനേക്കാളും വാല്യൂ ഏതൊരു ബിസിനസ്സിനുള്ളത്. അപ്പോൾ അത് തുറന്നു പറയാൻ ആർജവം കാണിച്ചത് ഓൾറെഡി ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. 100%. കാരണം ഐഡിയയിലോണ്ട് മാത്രം കാര്യമല്ലോ, ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് നോക്കുമ്പോൾ എല്ലാവരും ഐഡിയ ഉണ്ട്, എല്ലാവരും വാഗ്ദാനങ്ങളുണ്ട്. ഞങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് 300 പ്രൊഡക്ട്സാണ്. ചെറിയ കാര്യമല്ല. വളരെ സന്തോഷം. കാരണം ഇപ്പോ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് ആണ് ഇൻവെസ്റ്റ് ഇൻ കേരള. അപ്പോൾ ഞങ്ങൾ കേരളക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റിലേക്ക്, കാരണം ഞങ്ങൾക്കിത് എക്സ്പാൻഡ് ചെയ്യണേ, അറിയാലോ, ചെറിയ കാര്യമല്ല, മാർക്കറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ അതിനൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാധ്യമ പ്രസക്തി പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് എത്താം. ഈ കൊമേഴ്സ് എന്നുള്ള രീതിയിൽ ഇനി മറ്റ് സായിപ്പന്മാരുടെ പ്രോഡക്റ്റുകൾക്ക് പിന്നാലെ പോകാതെ, ഇല്ലേ, നമ്മളുടെ ഈ മൗലികമായിട്ടുള്ള തനത് പ്രോഡക്റ്റുകൾ, ദേശസാൽകൃതമായിട്ടുള്ള പദ്ധതികളിലൂടെ ആ വാണിജ്യം ഇപ്പം കാപ്രയിലേക്കാണ് വരുന്നതെങ്കിൽ അദ്ദേഹം 30% അന്നേരം തന്നെ ഡയറക്റ്റായിട്ട് സമൂഹത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത്. ഒന്നിച്ച് വളരുക, ഒന്നിച്ചൊരു മാറ്റം നമുക്കുണ്ടാകട്ടെ. അല്ല, സാഹചര്യം മാറി. ഇപ്പൊ കോമ്പറ്റീഷൻ അല്ല, ഇപ്പൊ നമ്മൾ എന്താണ്, കോർപ്പറേഷനാണ്. നമ്മൾ കോമ്പറ്റ് ചെയ്തുകൊണ്ടൊന്നും ഇവിടെ നടക്കില്ല. കാരണം എന്തായാലും ഉടൻ തന്നെ മലനാട് ടിവി കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഒരു പ്രയാണം, ഒരു യാത്ര നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കാപ്രയുടെ മുഴുവൻ ആൾക്കാർ നമുക്ക് നേരിട്ട് തന്നെ അവരവരുടെ വില്ലേജിൽ പോയി കാണാൻ സാധിക്കും. അത് നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അറ്റ്ലീസ്റ്റ് സേഫ് ഡ്രിങ്കിങ് വാട്ടറെങ്കിലും കേരളത്തിൻ്റെ അതോറിറ്റികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. കുപ്പികളിൽ വരുന്ന വെള്ളങ്ങളിൽ പോലും മായമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാധ്യമമാണ് മലനാട് ടിവി. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംരംഭം മലനാട് ടിവിയും കാപ്രയും കൊണ്ട് ഒന്നിച്ച് ഈ കൊമേഴ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളിലും
ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഒരു ഉൽപ്പന്നങ്ങളിലും ഒരു തരത്തിലുള്ള മായവും ഉണ്ടാവും. ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് അല്ലേ? ഉറപ്പായിട്ടും അതിനുവേണ്ടി വേണ്ടത് നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ടാണ്. 100%. എന്തായാലും മുന്നോട്ട് പോവുക. കണ്ണനും പ്രക്ഷോഭനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും. ഒപ്പം നിങ്ങളോടുള്ള 70 ഡയറക്റ്റ് സ്റ്റാഫുകൾക്കും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള 12,000 പേർക്കും 4,000-ലധികം വരെ നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനും എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുകയാണ്. താങ്ക് യു. ജെനുവിനായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള എത്തിക്സോടുകൂടിയുള്ള ഒരു ബിസിനസ്സിന് ഞങ്ങൾ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്. You are watching India's first NGO television, Malanadu TV India.